വൈകുന്നേരം കുറച്ച് സമയം കിട്ടിയപ്പോൾ സ്വല്പം മ്യൂസിക് കേൾക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുത്തതാണ്. കുറച്ച് നോട്ടിഫിക്കേഷനുകൾ. അതിലൊരെണ്ണം തുറന്നു നോക്കിയപ്പോൾ ദാ ഇങ്ങനെയാണ്: ചിലർ വേട്ടയാടുന്നു, അതുകൊണ്ട് മലയാള സിനിമ കുറയ്ക്കുന്നു എന്ന് ദുൽഖർ സൽമാൻ. അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായോ? ഇതിപ്പോൾ സംഭവിച്ചു, ഇതെന്തിനാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ പറയുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ദുൽഖർ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നിട്ട് മലയാളികളെ കുറ്റം പറഞ്ഞു. അതായത് മലയാളികൾ അദ്ദേഹം മമ്മൂട്ടിയുടെ മകനാണ് എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്, മാത്രമല്ല അതിൻ്റെ പേരിൽ മലയാളത്തിൽ സിനിമകൾ കുറയ്ക്കുന്നു, അപ്പോൾ മകനെയും മടങ്ങി വരൂ എന്നൊക്കെ പറയുന്ന പോലെ വേറെ ചില പോസ്റ്റുകളൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് സിനിമയ്ക്ക് നമ്മളെ അല്ല വേണ്ടത്, നമുക്ക് സിനിമയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ദുൽഖർ സൽമാനെ മലയാള സിനിമയ്ക്കല്ല വേണ്ടത്, മലയാള സിനിമയെ ദുൽഖർ സൽമാനാണ് ആവശ്യമുള്ളത്. ചിലപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതര ഭാഷകളിൽ സിനിമകൾ കിട്ടുന്നുണ്ടാവും, കിട്ടട്ടെ, നല്ല കാര്യം. പക്ഷേ മലയാള സിനിമ അദ്ദേഹത്തിൻ്റെ വേരുള്ളൊരു സ്ഥലമാണ്. സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ 10 വട അടുപ്പിച്ച് കൂട്ടിയാലും ദുൽഖർ സൽമാന് മലയാളത്തിൽ നിന്ന് 11ാമതൊരു സിനിമ വരും. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മമ്മൂട്ടി എന്നായതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ആ ടാഗിനെ കുറച്ച് കാണുന്നു, മലയാളികളെ കുറച്ച് കാണുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ദുൽഖർ എന്ന് പറയുന്നൊരു നടൻ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. കഴിഞ്ഞൊരു 2 വർഷം എടുത്ത് നോക്കിയാൽ, പ്രത്യേകിച്ച് ഈ വർഷം ഇത്രയും വിജയ ചിത്രങ്ങൾ ഉണ്ടാക്കിയതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവിടെ ദുൽഖർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു സോഴ്സ് എന്താണ്, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിയ ചിന്തകളാണ്. പക്ഷേ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയണം, സിറ്റുവേഷൻ എന്താണെന്ന് അറിയണം, പുള്ളി എന്താണ് പ്രോപ്പറായിട്ട് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം വേണം നമ്മളൊരു പബ്ലിക് റെസ്പോൺസൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അന്വേഷിച്ചു. അതിനു മുമ്പ് ഈ ന്യൂസ് ആരാണ് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് നോക്കണമല്ലോ. എനിക്ക് മനോരമയുടെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള പോസ്റ്റാണ് കിട്ടിയത്. 18/7/2024 ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിലർ വേട്ടയാടുന്നു, മലയാള സിനിമകൾ കുറയ്ക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയപ്പോൾ ഡൂൾ ന്യൂസാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ 11 മണിക്കൂർ മുമ്പ് ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ എന്താണ് എന്നറിയാൻ സോഷ്യൽ മീഡിയയിലൊക്കെ തടഞ്ഞ് ഞാൻ ചെന്നെത്തിയത് ഭരദ്വാജ് രംഗൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് ദുൽഖർ സൽമാനുമായിട്ട്, ഗലാട്ട പ്ലസ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട്. 2022 സെപ്റ്റംബർ 23 ആ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് എങ്ങനെ നോക്കിയാലും 2 വർഷത്തോളമായി ദുൽഖർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട്, കാര്യം എന്തോ ആവട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അത് പറഞ്ഞിട്ട് 2 വർഷമായി. ചുപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ഭരദ്വാജ് രംഗന് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻ്റർവ്യൂവിലേക്ക് വരികയാണെങ്കിൽ മാജിക് ഓഫ് ആക്ടിങ് എന്ന് പറയുന്നൊരു കാര്യത്തിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. ഈ അഭിനയത്തിൻ്റെ ഒരു പ്ലഷർ അത് തരുന്നൊരു പോയിന്റ്, അങ്ങനെ ഒരു സംസാരത്തിലേക്ക് വരികയാണ്. ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ള പേരുണ്ടാക്കണം എന്നൊക്കെ പറയുന്ന വറീസിൽ നിന്ന് ഞാൻ ആക്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ എനിക്കത് തരുന്ന ചില ഹൈ മൊമെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എക്സാക്ട്ലി ഈ വേർഡ്സ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ലീനേജ് എന്നൊരു വാക്കൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹം മമ്മൂട്ടിയുടെ മകനാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഭരദ്വാജ് രംഗൻ ചോദിക്കുന്ന ചോദ്യമാണ്, മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുന്ന ടാഗ് നിങ്ങളെപ്പോഴാണ് മാറ്റി കാണാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ദുൽഖർ പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള പേരിൽ അതൊരു നെഗറ്റീവ് സെൻസിൽ മാറ്റാൻ സമ്മതിക്കാതിരിക്കുന്നുണ്ടെന്ന്. എങ്ങനെയായിരിക്കും? നീ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ടാണ് ഇവിടം വരെയൊക്കെ എത്തിയത്, അല്ലെങ്കിൽ നീ ഒന്നും അല്ല എന്നുള്ള രീതിയിലായിരിക്കാം അവർ. പക്ഷേ ദുൽഖറും അതിനെക്കുറിച്ച് പറയുന്നില്ല. അവർക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടാവും എന്ന് സൂചിപ്പിച്ചിട്ട് പുള്ളി പറയുന്നത്, മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ നല്ലൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് അവിടെ ആളുകൾ നല്ലത് പറയുമ്പോൾ, സോഷ്യൽ മീഡിയ ആണ് അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് സംസാരത്തിൽ തോന്നി. ആരെങ്കിലുമൊക്കെ നല്ലത് പറയുമ്പോൾ അവിടെ ചെന്ന് മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അവിടെ റൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അസ്വസ്ഥനാക്കുന്നുണ്ട്. ഞാനും അവരുടെ സ്റ്റേറ്റിൽ നിന്ന്, അവരുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെയല്ലേ വരുന്നത്, എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇനി അത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തനിക്ക് കിട്ടുന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും അപ്പുറം ഈ സോഷ്യൽ മീഡിയയിലെ ഹെയ്റ്റ് കമൻറ്റുകൾ തന്നെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്നേഹവും സന്തോഷമൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അതിലെ കമൻറ്റ്സ് നോക്കിയാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തകരാറിലാവുകയുള്ളൂ, എന്നാലും അത് നോക്കിപ്പോകുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് 2022 ദുൽഖർ സൽമാൻ പറഞ്ഞതാണ്. ഇന്ന് ചിലപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ ഒരുപാട് വിമുക്തനായിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ, ഇവിടെ ഒരുപാട് പെയ്ഡ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അത് ഇഷ്ടത്തിൻ്റെ ക്യാമ്പയിനാണെങ്കിലും ദുഷ്ടത്തരത്തിൻ്റെ ക്യാമ്പയിനാണെങ്കിലും ഹെയ്റ്റ് ക്യാമ്പയിൻ ആണെങ്കിലും ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും നമുക്കത് കാണാൻ പറ്റുക. സിനിമയുടെ PR വർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററുകളിൽ ഒരു പെർട്ടിക്കുലർ റോയിലെ ടിക്കറ്റുകൾ മാത്രം ഫില്ലായി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ബുക്ക് മൈ ഷോ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ തുടങ്ങുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ ഗുണകരമാവുന്ന പ്രോസസ്സുകളാണ്. ആൻഡ് സിനിമ ഇറങ്ങി കേട്ടോ എന്നൊക്കെ മൂവി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. പിന്നെ ചില നിർദോഷങ്ങളായ ട്രോൾ പേജുകളിൽ വരുന്ന പ്രൊമോഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഇതുവഴി വളർന്നു വരുന്ന ചില പേജുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്,
പ്രൊഫൈലുകളുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൽക്കാലത്ത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് മാറും, അല്ലെങ്കിൽ അവർക്ക് റീച്ച് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൂവി റിവ്യൂ ഇടുന്ന ആളുകൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നടന്നിട്ടുള്ള അറ്റാക്ക് ഉണ്ട്. ഞാനടക്കമുള്ള ആളുകൾക്കെതിരെ നടന്ന അറ്റാക്കുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ അറ്റാക്കുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിത് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും, മാത്രമല്ല ഇവർക്ക് വല്ലാത്ത റീച്ചായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആസിഫ് അലി രമേശ് നാരായണൻ ഇഷ്യൂ വരെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഇമ്പാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള പ്രൊഫൈലുകളാണുള്ളത്. അതൊരു 10-12 പ്രൊഫൈലുകളൊക്കെ ഏകദേശം ഏതാണെന്ന് എനിക്കും അറിയാം. ഈ മൂവി ഗ്രൂപ്പുകളൊക്കെ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും അതറിയായിരിക്കും. നമ്മുടെ പ്രൊഡ്യൂസർമാർക്ക് അറിയാം, പക്ഷേ അവരൊന്നും വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് മിണ്ടൂല. അവർക്ക് വേണമെങ്കിൽ നമുക്കും വേണ്ട. അപ്പോൾ ഇത്തരം ക്യാമ്പയിനുകൾ, ഹെയ്റ്റ് ക്യാമ്പയിനുകൾ പെയ്ഡായിട്ടും അല്ലാതെയും ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊരു പരമമായ സത്യമാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇത് സമ്മതിച്ചു തരില്ല. ഇപ്പം ഞാനൊക്കെ അതിൻ്റെ വിക്ടിമാണ്. എനിക്ക് അത്തരം അറ്റാക്കുകൾ ഒരു സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ ടാഗ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ടാഗിലും തെറിയാണ്. തെറി അല്ലാതെ ഒരു ഭാഷ ഇവന്മാർക്ക് അറിയില്ല. ഈ തെറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവരവും വെളിവും ഇല്ലാത്ത, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാൻ പാടില്ലാത്ത ആളുകളാണ് ഈ കമൻ്റ് ഇടുന്നത് നമുക്കറിയാമെങ്കിൽ പോലും ഇത് നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അതൊരു 10-12 ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പിടിവിട്ട് പോകും. മാത്രമല്ല ഇവർക്കൊക്കെയും ഫോളോവേഴ്സ് ഉണ്ട്. കുറേ വളരെ മോശം കമൻറ്റുകൾ അവരിടുന്നതിനേക്കാൾ വളരെ മോശം കമൻറ്റുകൾ ഇടുന്ന വേറെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ സംഘം ചേർന്നുള്ള അറ്റാക്ക്, അതും ദുൽഖർ കോട്ട് ചെയ്തിരിക്കുന്നത് ട്വിറ്ററാണ്. അവിടെ പരകോടിയിലാണ് ഇത്തരം അറ്റാക്കുകളൊക്കെ നടക്കുക. മാത്രമല്ല അവിടെ റീച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കമൻറ്റുകൾ ഇദ്ദേഹം നോക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ഇദ്ദേഹം വളരെ ഡൗൺ ആകാറുണ്ട്. അത് കൂടുതലും മലയാളി സർക്കിളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ദുൽഖറിനുള്ളൊരു പ്രിവിലേജ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡത്തിലേക്കൊക്കെ എത്തുന്ന ഒരാൾക്കുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ അവർക്ക് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വേറെ ആരെങ്കിലും ഒരു ടീമിനെയൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം സമാധാനമായിട്ടിരിക്കാം. പക്ഷേ ദുൽഖർ അതിന് നിൽക്കാതെ ഇതെല്ലാം പോയി വായിച്ചതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് ഒരു പരിധി വരെ, ദുൽഖറിനൊക്കെ ഉണ്ടായിട്ടുള്ള അറ്റാക്ക് മാസീവായിരിക്കും. നമ്മളൊക്കെ ചെറിയ കേസിന് തന്നെ ഇത്ര എഫക്റ്റഡ് ആവാറുണ്ട്. അപ്പോൾ ആ വള്ളി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ കാര്യം. പ്രത്യേകിച്ച് 2022 നടന്ന ഈ ഒരു കോൺവെർസേഷനെ ഇപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് വന്ന് വേറൊരു രീതിയിൽ, തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അവതരിപ്പിക്കുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ സംശയിക്കണം. ആൻഡ് മലയാളികളെക്കുറിച്ച് അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുന്ന ടാഗ് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ അതിനൊരു പോസിറ്റീവ് നോട്ടിലാണ് എടുക്കുന്നത്. പക്ഷേ അതൊരു മോശം ടാഗിൽ എടുക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ദുൽഖറിന് ഓപ്പോസിറ്റായിട്ട് ആളുകൾ കാണുന്ന ചില താരങ്ങളുണ്ടാവും, വളർന്നു വരാൻ സാധ്യതയുള്ള, ചിലപ്പോൾ താരപുത്രന്മാർ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി എന്നോണം ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുക. പിന്നെ ദുൽഖറിൻ്റെ മതം ഏതാണ് എന്ന് നോക്കി വരെ അറ്റാക്ക് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മതം ഒരു വിഷയമാണ്. ദുൽഖർ എത്തി നിൽക്കുന്ന ഒരു സ്റ്റാർഡം വളരെ വലിയൊരു വിഷയമാണ്. കാര്യം ഉയരം കൂടുന്തോറും ചായയുടെ മധുരം മാത്രമല്ല കൂടുക, എറിയുന്ന കല്ലിൻ്റെ വലിപ്പം കൂടി കൂടും. കല്ലെറിഞ്ഞിട്ട് എത്തിയില്ലെങ്കിൽ മിസൈൽ വെച്ച് വരെ ആക്രമിക്കുന്നവന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്വാഭാവികമായും അറ്റാക്കിൻ്റെ പവർ കൂടും. അപ്പോൾ അത്തരം അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞതുകൊണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് പുള്ളി അത് മനസ്സിലാക്കി. അതിൻ്റെ പേരിൽ പുള്ളി കുറച്ച് ഡെസ്പായിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് പുള്ളി അവിടെ പറഞ്ഞത്. ഈ ഒരു പോസ്റ്റ് 2 വർഷത്തിനിപ്പുറം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ, ഞാൻ ആ ഇൻ്റർവ്യൂ കയറി നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നു. ആകെ 2.5 ലക്ഷത്തിനടുത്ത ആളുകളാണ് ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത്, വളരെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനതിൽ കയറി നോക്കിയപ്പോൾ ആകെ 2.5 ലക്ഷം പേരാണ് കണ്ടത്. 11 മാസം മുമ്പോ 1 മാസം മുമ്പോ എന്തോ ആണ് അവസാനമായിട്ട് അതിലൊരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്ന, ഈ ആക്രമണം അഴിച്ചു വിട്ടിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും ആ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെ മകനാണ് എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും പുള്ളി പറയുന്നില്ല. പക്ഷേ ദുൽഖർ സൽമാൻ എന്ന പേരിൽ, ആസ് എൻ ആർട്ടിസ്റ്റ്, എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ആഗ്രഹമാണ് സ്വന്തം പേരിൽ ഒന്ന് അറിയപ്പെടുക എന്നൊക്കെയുള്ളത്. അത് പുള്ളി പ്രകടിപ്പിച്ചു. പിന്നെ പുള്ളിക്കെതിരെ നടക്കുന്നു എന്ന് തോന്നിയ ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ച് പുള്ളി തുറന്നു പറഞ്ഞു. കേരളക്കരയാകെ നാണിച്ച് തലകുനിച്ച് നിൽക്കേണ്ട സിറ്റുവേഷനോ, മറ്റൊരു ഇൻഡസ്ട്രിയുടെ മുമ്പിൽ പോയിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നോ ഒന്നും ദുൽഖർ പറഞ്ഞിട്ടില്ല. ഒന്നാമത് ആ ഇൻ്റർവ്യൂ ആകെ 2.5 ലക്ഷം പേരെ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്ന് വെച്ചിട്ടാണ്? എന്തിന്? ഇതിനൊക്കെ റിയാക്ട് ചെയ്യാനിരിക്കുന്ന ആളുകളിൽ എത്ര പേര് ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്? ഇനി ദുൽഖറിനോട് എനിക്ക് പറയാൻ തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മമ്മൂക്കയുടെ മകൻ എന്ന് പറയുന്ന ഒരു ടാഗ് മലയാളിയുടെ മുമ്പിൽ നിങ്ങൾക്കൊരിക്കലും മാറാൻ പറ്റില്ല. ഇൻ എ പോസിറ്റീവ് നോട്ട്, മമ്മൂക്കയുടെ മകനാണ് എന്നുള്ളത് ഇൻ എ പോസിറ്റീവ് നോട്ട് നിങ്ങൾക്കൊരു കാരണവശാലും ഇപ്പോൾ ഒന്നും അത് മായൂല. അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രിവിലേജ് എന്നും പറയാം. കാരണം മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് ഒരുപാട് ആളുകൾ കയറാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ദുർഘടമായ ഒരു പാതയിലേക്ക് നിങ്ങൾ ആനപ്പുറത്താണ് വന്നിറങ്ങിയത്. നിങ്ങളെ കൊണ്ടിറക്കിയ ആ തലയെടുപ്പുള്ള ആനയുടെ പേര് മമ്മൂക്ക എന്നാണ്. നിങ്ങൾ ആ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി സ്വന്തമായി പിച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, അതിനോടൊപ്പം ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പാത ഒരുപാട് ഗട്ടറൊക്കെയുള്ള ഇടയ്ക്ക് സുഖമായി പോകാൻ പറ്റുന്ന ഒരു പാതയാണ്. നിങ്ങളങ്ങനെ പിച്ച വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊപ്പമോ അതിനും ഒരുപാട് മുന്നിലോ ആണ് നിങ്ങളെ കൊണ്ടുവന്നിറക്കിയ മമ്മൂക്ക എന്ന ഐരാവതം നടന്നു പോകുന്നത്. സോ നിങ്ങൾ ആ പാതയിലൂടെ പിച്ച വെച്ച് നടന്ന് പിന്നെ ഫുൾ സ്പീഡിൽ നടന്ന് നല്ല സ്പീഡിൽ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ മമ്മൂക്കയുടെ മോൻ എന്ന ടാഗിൽ തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. സെക്കൻഡ് ഷോ എന്ന് പറയുന്ന നിങ്ങളുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ദുൽഖർ സൽമാൻ അഭിനയിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. മമ്മൂക്കയുടെ മോൻ്റെ പടം വരുന്നു. ദുൽഖർ സൽമാൻ ആരാ? അത് മമ്മൂക്കയുടെ മോനാണ്. മമ്മൂക്കയുടെ മോൻ്റെ രണ്ടാമത്തെ പടം വരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാനിതിനെ കണ്ടിരുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്, എനിക്ക് എല്ലാവരുടെയും കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു റോഡ് ചുമ്മാ സങ്കല്പിച്ച് നോക്കൂ. ഒരു കുട്ടിയും ഒരു ആനയും ഉണ്ട്. ആന ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ചിലപ്പോൾ ഒരുപാട് സ്പീഡിൽ മുന്നിലെത്തിയെന്ന് വരും, പക്ഷെ അപ്പോഴും നമ്മുടെ പുറകിൽ ആ ആനയുടെ ബിംബം ഉണ്ടാവും. ഈ കുട്ടി എത്ര സ്പീഡിൽ ഓടിയാലും ആനപ്പുറത്ത് വന്നിറങ്ങിയ കുട്ടിയാട്ടോ എന്ന് പറയുന്നൊരു സാധനമാണ്. അവിടെ നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, ആ ഉള്ളന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പക്ഷേ മമ്മൂക്കയുടെ മകൻ എന്ന് പറയുന്ന ടാഗ് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയേക്കാം. ഒരു പക്ഷേ അതെനിക്ക് തോന്നുന്നൊന്നുമില്ല. കാര്യം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വന്നിറങ്ങിയ ആനയുടെ വലിപ്പം അത്രയുണ്ട്. അതുകൊണ്ടാണ്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ എന്നെങ്കിലും ഒരിക്കൽ മമ്മൂക്കയുടെ മകൻ എന്ന ഈ ടാഗ് മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ടാഗിനെ ഓവർടേക്ക് ചെയ്യാനേ പറ്റും. പക്ഷെ അതിന് കാലം ഒരുപാട് കഴിയണം. മലയാളികളുടെ കാലം കഴിയണം, മമ്മൂക്കയുടെ കാലം കഴിയണം. ദാറ്റ്സ് നിയർലി ഇമ്പോസിബിൾ ഐ തിങ്ക്. കാരണം മലയാളിയുള്ള കാലത്തോളം നമ്മൾ മമ്മൂക്കയെക്കുറിച്ച് പറയും. ചിലപ്പോൾ ഒരു 10-50 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊരു വലിയ സൂപ്പർ സ്റ്റാറായി മാറി. നിങ്ങൾ 50-ാം വയസ്സിലും 60-ാം വയസ്സിലും ചെയ്യുന്ന ഹീറോയിസം ഇവിടുത്തെ അന്നത്തെ യങ് ജനറേഷൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ടിക്യു ഈ പ്രായത്തിലും ചെയ്യുന്ന ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെപ്പോലെ ഏതെങ്കിലും ഒരുത്തൻ വയസ്സായി ക്ഷീണിച്ച് ചിലപ്പോൾ കിടക്കയിലായിരിക്കും. അവിടെ കിടന്നുകൊണ്ട് നമ്മൾ ചോദിക്കും ആ പുതിയ പയ്യനേതാ, ദുൽഖർ സൽമാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദുൽഖർ സൽമാനോ, നിങ്ങൾക്ക് അവൻ്റെ അച്ഛൻ ആരാണെന്നറിയോ, അയാൾ ആരായിരുന്നു എന്നറിയോ, അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ എന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥയിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വന്നിറങ്ങിയ ആനയുടെ വലിപ്പം വളരെ കൂടുതലാണ് ബ്രോ. and അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മമ്മൂക്കയാണെന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ അഭിമാനമൊക്കെ ആ അഭിമാനത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ ഒപ്പം വരുന്ന ഒരു ബാധ്യത കൂടിയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ഒരു കമ്പാരിസൺ വരും. പിന്നെ അറ്റാക്കുകൾ ഉണ്ടാവും. ഈ അറ്റാക്കുകൾ നടത്തുന്ന ഉപ്പുപ്പാൻ്റെ അറ്റാക്കും ഒക്കെ നേരിട്ടിരുന്ന സമയത്താണ് മമ്മൂക്ക ഈ സ്റ്റാർഡൊക്കെ ചവിട്ടി കയറിയത്. അതേ റൂട്ടിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു കറേജ് വേണം. അത് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ സിനിമ കഴിയുന്തോറും കൂടുതൽ ഇമ്പ്രൂവ് ആകുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, തൻ്റേതായൊരു ഫാൻ ബേസ് സൃഷ്ടിച്ചെടുക്കുന്ന, അതിനെ വലുതാക്കിയെടുക്കുന്ന ദുൽഖറിലെ ആർട്ടിസ്റ്റിനെ അംഗീകരിക്കുമ്പോഴും മലയാള സിനിമയിലേക്ക് മടങ്ങി വരും ദുൽഖർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഏത് ഭാഷയിലാണെങ്കിലും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും നല്ല സിനിമകൾ ചെയ്യൂ. നാളെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന സമയത്ത് മെയിൻ കേരൾ സേഹു എന്ന് പറയുമ്പോൾ കിതർ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പറയാൻ നമുക്ക് ഒരുപാട് ഐഡൻറ്റിറ്റികളുണ്ട്. ഇന്നാളുടെ നാട് എന്നൊക്കെ. ആ കൂട്ടത്തിൽ DQൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നുകൂടി പറയത്തക്ക രീതിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് DQ. ഇത് 2024 DQനോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ പറയണമെന്ന് തോന്നി. ആൻഡ് നിങ്ങളൊരു ന്യൂസ് സോഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് 4 ആളെ കൂട്ടാൻ നടക്കുന്ന പ്രൊഫൈലുകളാവാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.